മിസ്സേ, ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നിട്ട് ആൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങള്, കളറ്, കോസ്റ്റ്യൂം എങ്ങനെയാവണം എന്ന് ചോദിച്ചാ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് ആൻസർ കൊടുക്കേണ്ടത്? നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബിസിനസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പറയാം. അതിൽ കുറച്ച് ഫസ്റ്റ് നമ്മൾ പറയുന്നത്, അതായത് നമ്മളൊരു പേഴ്സൺ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ഒരു ക്ലയന്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആളുടെ കളർ ടോൺ, ആളൊരു എന്താണ് നമ്മൾ മെയിൻലി ആളുടെ അടുത്ത് ചോദിക്കുന്നത്, എന്ത് ഫംഗ്ഷൻ ആണ്, ഏതാ ടൈം, അതുപോലെ തന്നെ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ നമ്മളൊരു വാലന്റൈൻസ് ഡേ ഒരു തീമാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. ആൾക്ക് അങ്ങനത്തെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുമ്പോൾ അത് ഏത് ടൈമിലാണ്, അതുപോലെ തന്നെ ഇന്ന സീസൺ ആണ്, അതൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ആള് വരുമ്പോൾ തന്നെ ആളുടെ അടുത്ത് നമ്മൾ ആളുടെ കളർ ടോൺ, നമ്മളെപ്പോഴും ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഓടിപ്പോയി ചെന്ന് ഒരു ഡ്രസ് വെറുതെ ഡിസൈൻ ചെയ്യല്ല. ആളുടെ കളർ ടോൺ, അതുപോലെ തന്നെ ആളുടെ വെയിറ്റ്, ഹൈറ്റ്, ഇതൊക്കെ ക്ലയന്റിന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കളർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡസ്കി ആയിട്ടുള്ളവർക്ക് ഒരുപാട് പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡസ്കി ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ള ഒരാളാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മൾ ആൾക്ക് ചിലപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ബട്ട് നമ്മൾ ആൾക്ക് പറഞ്ഞു കൊടുക്കണം പേസ്റ്റൽ ഷെയ്ഡ്സ്. ആൾക്ക് ഒരുപാട് ഡസ്കി ആയിട്ടുള്ള സ്കിന്നിന് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒന്നും കൂടി അവരുടെ സ്കിൻ ഡാർക്കനായിട്ട് തോന്നും. അതുപോലെ തന്നെ അവർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, വൈൻ റെഡ് അല്ലെങ്കിൽ മെറൂൺ, അങ്ങനത്തെ ഷെയ്ഡ്സ് സജസ്റ്റ് ചെയ്യായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അവരുടെ മീഡിയം സ്കിൻ ടോൺ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കി ഈ കളേഴ്സ് തോന്നിക്കും. അതുപോലെ തന്നെ സിലവറ്റ്സ് ആണ്. സിലവറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിനെയാണ് സിലവറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ ഹ്യൂമണിനും അവരുടേതായ ഒരു ഷേപ്പ്, യൂണിക് ഷേപ്പ് ഉണ്ടായിരിക്കും. നമുക്കൊരു കസ്റ്റമർ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു കസ്റ്റമർ വന്നു, ആൾ കുറച്ചും കൂടി ഇത്തിരി ബൾക്കി ആയിട്ടുള്ള ഒരാളാണ്. ആൾക്ക് ഒരു ബോൾ ഗൗൺ ആണ്, ആളുടെ വെഡിങ് ആണ്, ആൾക്ക് ഒരു ബോൾ ഗൗൺ കസ്റ്റമൈസ് ചെയ്യുന്ന പറയുന്നത് നമ്മളത് ഒരിക്കലും ഉടനടി അവരുടെ അടുത്ത് നമ്മൾ പറയരുത്, അത് പോസിബിൾ അല്ല എന്ന് പറയരുത്. ബട്ട് നമ്മൾ അവരെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ബോൾ ഗൗൺ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരാൾക്ക് ഒരുപാട് ഫാറ്റ് ആയിട്ട് തോന്നിക്കും, ഒരുപാട് ഫാറ്റ് ആയിട്ട്. അതിനു പകരം നമ്മൾ ബോഡി ഫിറ്റ് അല്ലെങ്കിൽ ബോഡി കോൺ ആയിട്ടുള്ള മർമൈഡ് ഗൗൺ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആളുടെ ഷേപ്സ് ഒതുങ്ങി കർവൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരാൾ വരുമ്പോൾ ആളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഗാർമെന്റിന്റെ സിലവട്ട് ഡിസൈൻ ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടെക്സ്ചർ, അതുപോലെ തന്നെ ഇപ്പൊ വെൽവെറ്റ്, ഒരു ബൾക്കി, അതായത് കുറച്ച് എന്താ പറയാ ഫാറ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, ഞാനിപ്പോ ഫാറ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, കമ്പയർ ചെയ്ത് പറയുന്നത്. ഇപ്പൊ ഫാറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വെൽവെറ്റ് അല്ലെങ്കിൽ സാറ്റിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെൽവെറ്റ്, സാറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ ലൈറ്റ് റിഫ്ലക്ഷൻ കൂടുതലുള്ള ഏരിയ പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഫാബ്രിക്കുകളാണ്. ഇപ്പൊ ഫാറ്റ് ആയിട്ടുള്ള ഒരാള് ഇങ്ങനത്തെ സാറ്റിൻ അല്ലെങ്കിൽ വെൽവെറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ ഇത്